എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പാനലില് ടോട്ടൽ 5 ആളുണ്ട്. താജ് സാറുണ്ട്, പിന്നെ കബീർ പഞ്ചമാറുണ്ട്, ഹമീദ് മധൂറുണ്ട്, പിന്നെ സുരേഷ് ഉണ്ട്. അപ്പോ കഴിഞ്ഞ ഞങ്ങളൊരു ട്രാവലിംഗ് എപ്പിസോഡിൽ കാസർഗോഡ് പിന്നെ കുഡ്ല ഇതിനെ പറ്റിയിട്ട് പോയി തർക്കങ്ങൾ ചെയ്തു. അവസാനം ഞങ്ങൾ നല്ല രീതിയിൽ കൺക്ലൂഡ് ചെയ്തത് എന്താ വെച്ചാൽ കാസർഗോഡ് ഇല്ലാതെ മംഗലാപുരം ഇല്ല, മംഗലാപുരം ഇല്ലാതെ കാസർഗോഡ് ഇല്ല എന്നത്. ഇന്നത്തെ തർക്കം എന്താ വെച്ചാൽ ഇന്നത്തെ തർക്കമൊന്നുമല്ല, ഞങ്ങൾ ചില സിമിലാരിറ്റീസിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകും. അപ്പോ ഞാൻ എന്താണ് കാസർഗോഡ് പിന്നെ കുഡ്ല, ഇതെന്ന് വെച്ചാൽ കാസർഗോഡ് പിന്നെ കുഡ്ല എന്ന് പറഞ്ഞാൽ മംഗലാപുരം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞങ്ങൾ 2 ബോർഡറിന്റെ ഒരു ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ താജേട്ട ഇതിനെ പറ്റി എന്ത് പറയുന്നത്, മാംഗ്ലൂർ പിന്നെ കുഡ്ലനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഞാൻ ചെറിയപ്പോഴേ ഡ്രസ്സിന്റെ വരെ പോയിട്ടുണ്ടാണ് മംഗലാപുരമാണ്. ഞങ്ങളുടെ മെയിൻ സിറ്റി തന്നെ ബാംഗ്ലൂർ. കാസർഗോഡ് ബാംഗ്ലൂർ. അതിന്റെ ബാംഗ്ലൂർ നമുക്ക് കാസർഗോഡിലോ അതിന്റെ സംവിധാനം ഡ്രസ് കടയോ മറ്റൊന്നും കച്ചവടങ്ങളില്ലേ? ഉണ്ട്. എന്നാലും ബാംഗ്ലൂർ പോവാ, ഉള്ളാൻസിൽ പോയിട്ട് വെജിറ്റബിൾ ബിരിയാണി ചെറുതുണ്ടാകുമ്പോ വണ്ടി എടുത്തിട്ട് ലൈസനാകുന്നതിന് മുമ്പ് തന്നെ അമ്മ അവിടെ പോയിട്ട് അവിടെ 2-3 ഫ്രണ്ട്സ് 4 ആളായിട്ട് നിങ്ങൾ മൊത്തത്തിൽ പറയുന്നത് വൈബാണ്. പണ്ട് വൈബ് എന്തെങ്കിലും കുറച്ചും സഞ്ചരിച്ചിട്ട് പോയിട്ട് സാധനം വാങ്ങിയിട്ട് വരാം. കാസർഗോഡ് ആകുമ്പോ ചെറിയ അടുത്ത് തന്നെ പോയിട്ട് സാധനം പെരുന്നാളിനെല്ലാം മെയിന് ബാംഗ്ലൂർ പോയിട്ടാണ് ഡ്രസ്. മംഗലാപുരം പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വൈബാണ്. കബീർ എന്ന് പറയുന്നു ഇതിനെ പറ്റി. അതന്നെ നമ്മള് മുമ്പൊക്കെ എന്ത് ചെറിയൊരു ആവശ്യമുണ്ടെങ്കിലും മംഗലാപുരം മാർക്കറ്റ് അങ്ങനെ നേരെ ബന്ധത് അവര് കറക്കുണ്ട്. അത് കമ്പ്യൂട്ടർ ഒരു വൈബ്. അപ്പൊ അത് സംഭവം എന്താ പറഞ്ഞാല് ഇന്ത്യയില് ഒരുപാട് സിറ്റികൾ ഡെവലപ്പ് ആയ സമയം ഉണ്ടാവുന്നത്. 1950-ക്ക് ശേഷമാണ് ഇപ്പോൾ വലിയ വലിയ സിറ്റികൾ ഡെവലപ്പ് ആയത്. അതിൽ പ്രധാനപ്പെട്ട സിറ്റിയാണ് ബാംഗ്ലൂർ, കൊച്ചി, അതേപോലെ തന്നെ ബോംബെ, കൽക്കട്ട, ഡൽഹി ഇങ്ങനെയുള്ള സിറ്റികളൊക്കെ ഡെവലപ്പ് ആവുന്ന സമയത്ത് ബാംഗ്ലൂരാണ് കുറച്ചുകൂടി കൂടുതൽ ഒന്നത്. പ്രത്യേകിച്ചിട്ടൊന്ന് പോർട്ട് വന്നത്, പിന്നെ ഒന്ന് എയർപോർട്ട് വന്നത്, ഇതൊക്കെ വരുന്ന സമയത്ത് വന്നതോടുകൂടി ബാംഗ്ലൂർ കുറച്ച് ഡെവലപ്പായി. അപ്പോൾ അത്യാവശ്യ സംഗതികൾക്കൊക്കെ കുറച്ചുകൂടി വികസനം കൂടുതൽ വന്നത് ബാംഗ്ലൂരിൽ. അപ്പൊ കാസർഗോഡ് എന്ന് പറയുന്നത് കേരളത്തിന്റെ വളരെ കേരളത്തിൽ ഒരു പിന്നെ സിറ്റിയും അതേപോലെ തന്നെ ഡെവലപ്പ് കുറച്ച് കുറഞ്ഞ സ്ഥലമായിരുന്നു മുമ്പ്. ഇപ്പോഴും കുറച്ച് കുറവ് തന്നെ, എന്നാലും അത്ര ബാംഗ്ലൂർ വന്നിട്ടില്ലെങ്കിലും അന്ന് പോലെ എല്ലാ അത്യാവശ്യ സംഗതികൾക്കും ബാംഗ്ലൂരാണ് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യത്തിന് വേണ്ടി വരുന്നത്. ഇപ്പൊ നേരത്തെ താഴ്ച പറഞ്ഞ പോലെ നല്ലൊരു വസ്ത്രങ്ങൾക്ക് വില കുറഞ്ഞിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ വരണം. നല്ലൊരു ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പിന്നെ ബാംഗ്ലൂർ വരണം. അതേപോലെ ഹോസ്പിറ്റലുകൾക്ക്, പിന്നെ എഡ്യൂക്കേഷൻ, അത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ എഡ്യൂക്കേഷനിൽ കേരളത്തില് ഏകദേശം കണ്ണൂർ വരെ കുറച്ച് നല്ല നല്ല എഡ്യൂക്കേഷൻ പിന്നെ അവൈലബിലിറ്റി ഉണ്ടെങ്കിലും അതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് ബാംഗ്ലൂർ ആയിരുന്നു ഡെവലപ്പ് ആയിട്ട് വന്നത്. അപ്പൊ ആ സമയത്തൊക്കെ കണ്ണൂർ മുതൽ ചിലപ്പോൾ കാസർഗോഡ് എല്ലാ പിന്നെ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ കോളേജിൽ നിന്നും ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വരുന്നതെല്ലാം ബാംഗ്ലൂരിലേക്കാണ്. അപ്പൊ എനിക്ക് അറിയുന്ന സമയത്തെല്ലാം ഏറ്റവും കൂടുതൽ ഹയർ എഡ്യൂക്കേഷൻ, ഇപ്പൊ ഡിഗ്രി ആയെങ്കിലും PG ആയെങ്കിലും ഡോക്ടർ ആയാലും മറ്റുള്ള എന്തിനും ഏത് പിന്നെ എഡ്യൂക്കേഷൻ ആയെങ്കിലും അവർ കമ്പ്ലീറ്റ് ആക്കി പോയിട്ടുള്ളത് ബാംഗ്ലൂരിലാണ്. അപ്പോ ബാംഗ്ലൂർ നമുക്കിപ്പോ കേരളത്തിലെ ഏകദേശം കോഴിക്കോട് വരെയുള്ള ആളുകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത, കാസർഗോഡ് മാത്രമല്ല കോഴിക്കോട് വരെയുള്ള ആളുകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സിറ്റിയാണ്, ഒരു കോർപ്പറേറ്റ് സിറ്റിയാണ് ബാംഗ്ലൂർ. അപ്പൊ അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സുരേഷ് എന്ന് പറയുന്നത് ഇപ്പൊ സാധാരണ ഈ 3-4 അഭിപ്രായങ്ങൾ ബാംഗ്ലൂരിനെ പറ്റി അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഡിപ്പെൻഡന്റ് ആണ് കാസർഗോഡ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട്? ഞാന് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാടിന് ഞങ്ങള് ആശ്രയിക്കുന്ന ഏക ആശ്രയമുള്ളത് നമുക്ക് മംഗലാപുരമാണ്. നല്ലൊരു ചികിത്സാ രീതിയായാലും ഏത് രീതിക്കായാലും നമുക്ക് ആശ്രയിക്കുന്നത് മംഗലാപുരത്തിൽ. അതുപോലെ എയർപോർട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എയർപോർട്ട് നമുക്ക് മംഗലാപുരം എയർപോർട്ടാണ്. അതുകൊണ്ട് തന്നെ മംഗലാപുരത്തിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല രീതി. പിന്നെ ഡെവോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ മംഗലാപുരം നല്ലൊരു ഏരിയ ആണ്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അമ്പലങ്ങളായാലും നമ്മുടെ കേരളത്തിനേക്കാളും നല്ല മെച്ചപ്പെട്ട സംവിധാനങ്ങളുള്ള അമ്പലങ്ങൾ നമ്മുടെ ഇതിൽ കർണാടകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഡെവോഷണൽ സ്പിരിറ്റ് കിട്ടുന്നത് അമ്പലങ്ങളിൽ നിന്നായാലും എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലേക്കാളും എത്രയോ ചെലവുകൾ കുറവാണ്. അമ്പലങ്ങളിൽ എപ്പോഴും പോയി കഴിഞ്ഞാലും ആ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ. അതൊക്കെ ഞാൻ കണ്ട ഗുണങ്ങളിൽ നമ്മുടെ കേരളത്തിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ഞാൻ കാണുന്നത് മംഗലാപുരം സൈഡിൽ. എടുത്തു പറയേണ്ട അമ്പലങ്ങളുണ്ട്, എടുത്തു പറയേണ്ട അമ്പലങ്ങളുണ്ട്.
അത്തരം അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആർക്കും പോവാം. ആ ഒരു രീതിയിൽ ഞാൻ കണ്ട കുറേ കാര്യങ്ങൾ മംഗലാപുരം സൈഡിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ഞാനിപ്പോൾ ഇവിടുന്ന് ലീവിന് പോയാലും മംഗലാപുരം സൈഡിലേക്ക് യാത്ര മുടക്കാറില്ല. ഇങ്ങനെ പോയാലും കർണാടകയിൽ ഞാൻ കുറേ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. സുള്ളി ആയാലും പിന്നെ നമ്മുടെ മടിക്കേരി, കുഷാൽനഗർ, അതുപോലെ കുറേ സ്ഥലങ്ങൾ, മൂകാംബിക, ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ലാസ്റ്റുള്ള നമ്മുടെ ഗോവന്റെ സൈഡിലേക്ക് പോകുമ്പോഴുള്ള ആ ഭാഗത്തുള്ള ഇതൊക്കെ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എത്ര കണ്ടാലും മടുക്കാത്ത സ്ഥലങ്ങളാണ്. നമ്മൾ അവിടുത്തെ നാട്ടുകാരായാലും തനി നാടനായിട്ടുള്ള ആൾക്കാരായാലും നല്ലൊരു സ്വഭാവ രീതിയാണ്. പക്ഷെ നമ്മുടെ കേരളത്തില് വളരെ തെക്കോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അക്സെപ്റ്റൻസ് ഇല്ല. അവിടെ തെക്കോട്ട് പോവുകയാണെങ്കിൽ മണിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടതെങ്കിൽ നമുക്ക് പോകാൻ അതിന്റെ ആവശ്യം അത്ര വരുന്നില്ല എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോ ഈ ദമ്പലത്തിന്റെ കഥ പറയുമ്പോൾ മാംഗ്ലൂർ ഞങ്ങൾ എൻട്രി ആകുമ്പോൾ തന്നെ ശ്രീ ശരവ് മഹാഗണപതി ടെമ്പിൾ, പിന്നെ കട്ടിലു ശ്രീ ദുർഗാ പരമേശ്വരി, മഞ്ജുനാഥേശ്വര ടെമ്പിൾ ധർമ്മസ്ഥല, പിന്നെ സുബ്രഹ്മണ്യ ടെമ്പിൾ, പിന്നെ ഹൈന്ദവ മതത്തിന്റേതാണ്. ഇപ്പൊ ഇങ്ങോട്ട് ഉള്ളാൽ ഞങ്ങളെ മുസ്ലിംസിന്റേത് സയ്യദ് മദനി ദർഗാ ഷരീഫ്, അത് കഴിഞ്ഞിട്ട് അത്തൂർ നമ്മളെ കാർക്കല സൈഡില് സെയിന്റ് ലോറൻസ് ചർച്ച്. ഇതുപോലത്തേത് ഈ മൂന്ന് മതങ്ങളും നന്നായിട്ട് ഒരു എല്ലാ റിലീജിയസ് മാറ്റേഴ്സിന് നമുക്ക് ഇന്നൊരു ഇതുപോലത്തെ ഒരു നല്ലൊരു റിലീജിയസ് ആയിട്ടുള്ള ഹോലി ആയിട്ടുള്ള ടെമ്പിൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ അടുത്ത ചോദ്യം എന്താ വെച്ചാൽ ഇത് കുറച്ച് ടെക്നിക്കൽ ചോദ്യമാണ്. ഇങ്ങനെ എല്ലാവരും പറയുന്നത് മാംഗ്ലൂർ ഹോസ്പിറ്റൽസ് പോലെ ഒരുപാടുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, കുറെ ബിസിനസ് ഉണ്ട്. അപ്പോ ഇത് ഒരു ട്രുത്ത് ആണ്, ഇതൊരു സത്യമാണ്. കാസർഗോഡ് ഈ ഭാഗത്തില് പണക്കാരില്ലാതെ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് നല്ല പ്രഗത്ഭനായ നല്ല പൈസക്കാരുണ്ട്, ഒരുപാട് ഇങ്ങനെ വെരി റിച്ച് പേഴ്സൺസ് ഉണ്ട്. എന്തിനു വേണ്ടി മംഗലാപുരത്തിലുണ്ടായ ഈ ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ കോളേജസും ഈ ഹോസ്പിറ്റൽസും എന്തിനു വേണ്ടി ഈ ഭാഗത്ത് ഉണ്ടാവുന്നില്ല? അതിനുവേണ്ടി അവിടെ ഗവൺമെന്റിന് സപ്പോർട്ടില്ലേ, അല്ല ആൾക്കാരത് സപ്പോർട്ടില്ലേ? എന്താണ് ഈ പാനൽ ആരാണ് ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ തയ്യാറുള്ളത്? അതില് കുറെ കാര്യങ്ങൾ അതിനെ പറ്റി നമുക്ക് പറയാനുണ്ട്. വെച്ചാല് ഇപ്പോ ഗവൺമെന്റ് തലത്തില് നമുക്കിപ്പോ പിന്നെ ഒരു ഹെൽപ്പ് വളരെ നിർബന്ധമാണ് ഇത്തരം കാര്യങ്ങൾ. പിന്നൊന്ന് സെക്യൂരിറ്റി, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ കിട്ടണമല്ലോ, അതൊന്നും. പിന്നെ ജനങ്ങളുടെ ഒരു സ്വീകാര്യത. ഇപ്പോ നമ്മള് ഒരു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് കച്ചവടമാണ്. കച്ചവടം ആവോ ഇല്ല, ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡെഡ് ആവാൻ പാടില്ല. അപ്പോ ഒരു സ്ഥലം എന്നുള്ളത് ഒരു നിർബന്ധമാണ്. എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് അവിടെ നമുക്ക് റിട്ടേൺ കിട്ടണമെങ്കിൽ ആ ചുറ്റുഭാഗത്തിൽ കച്ചവടം വരണം. അപ്പൊ കച്ചവടം വരണമെങ്കിൽ അവിടുത്തെ ചുറ്റുഭാഗത്തിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ പ്ലസ് പോയിന്റ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴേക്ക് ഏറ്റവും കൂടുതൽ നല്ല ഒരു ക്രൗഡുള്ള സ്ഥലവും കുറച്ച് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലവും ഗവൺമെന്റിന് സപ്പോർട്ട് കിട്ടുന്ന സ്ഥലവും കാസർഗോഡിനേക്കാളും ബെറ്റർ ഉണ്ടായിരുന്നത് മാംഗ്ലൂരാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാംഗ്ലൂരിനെ ചൂസ് ചെയ്യുന്നത്. അത് കാസർഗോഡിനെ ചൂസ് ചെയ്യാൻ ഇപ്പം പിന്നെ ആൾക്കാർ കാസർഗോഡ് ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ മാംഗ്ലൂർ ആയിരുന്നു അവർക്ക് ബെറ്റർ സ്ഥലം, കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന സ്ഥലം മാംഗ്ലൂർ ആയിരുന്നു. അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ പറയുന്നത് ഞാനൊരു 60 to 70% ഞാൻ സമ്മതിക്കും. ബാക്കിയുള്ള 30% ഞാൻ ആദ്യം ഞങ്ങളെ താജുചേട്ട പറഞ്ഞ ഒരു ഒപ്പീനിയനിലാണ് ഞാനുള്ളത്. എന്നുവെച്ചാൽ ഇതിപ്പോ മാംഗ്ലൂർ ഇത്തരത്തേക്കുള്ള കച്ചവടം ഈ അക്സെപ്റ്റൻസ് ചെയ്യുന്നത് കാസർഗോഡ് കേരളത്തിന്റെ ആൾക്കാർ ഉറപ്പാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ മാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ മാംഗ്ലൂർ ട്രഡീഷണൽ ഫുഡിനാണ് കൂടുതൽ നമുക്ക് കേരള റെസ്റ്റോറൻറ്റ്സ് ആണ് അവിടെ കാണാൻ സമ്മതിക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ യൂസ് ടു ഇട്ടാണ്. ഞങ്ങൾ ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും മംഗലാപുരക്കാരെ ഫസ്റ്റ് ഓപ്ഷൻ മാംഗ്ലൂർ ഹോട്ടൽ ഉണ്ടായിരുന്നു നോക്കും, അടുത്ത ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ കേരള ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സൂട്ടാവും. പക്ഷെ താജുവായിട്ട് പറഞ്ഞതുപോലെ ഇതൊക്കെ കാരണം എന്താ വെച്ചാൽ ആൾക്കാർക്ക് ഒരു വൈബ് ക്രിയേറ്റ് ആണ്. ഈ നാട് വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഈ കന്നഡയിലുള്ള ഒരു ഗാഥയുണ്ട്, ഹിത്തല കിട മദ്ദല്ല എന്ന്. എന്താ വെച്ചാൽ ഞങ്ങളെ വീട്ടിന്റെ ബാക്കിലായിട്ടുള്ള ഒരു ചെടി അത് മരുന്നല്ല, ആ മരുന്ന് ആ ചെടിന്റെ ഞങ്ങൾ വേറെ എവിടെയോ പോയിട്ട് കൊണ്ടുവന്ന മരുന്നാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായം. ഇനിയിപ്പോ ഇത് എന്ത് മാറ്റാൻ കഴിഞ്ഞാലും നിങ്ങൾ 5 സ്റ്റാർ അല്ല എന്ത് സ്റ്റാർ ഹോട്ടലും ഈ കാസർഗോഡ് ഭാഗത്ത് വന്നാൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് മാംഗ്ലൂരിന്റെ മഞ്ചൂറിയനായിരിക്കും, വേറെ ഏത് ഹോട്ടലായിരിക്കും. സോ അപ്പൊ അതാണ് ഇതൊരു ആക്ച്വൽ ട്രുത്ത് ആണ്, ഈ വൈബാണ്. ഈ കാസർഗോഡ് എന്നെ സംബന്ധിച്ചിട്ട് ഒരുപാട് കാസർഗോഡ് ഫ്രണ്ട്സിന് എല്ലാവരും ഫ്രണ്ട്സാണ്. ഓർക്കൊരു വണ്ടി എടുത്തിട്ടോ ബൈക്ക് എടുത്തിട്ടോ മാംഗ്ലൂർ വരുന്നതെന്ന് പറഞ്ഞ വൈബ് തന്നെയാണ്. സോ അതാണ് ഒരു റീസൺ ആയിരിക്കും. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടത്തേക്ക് നിർത്താം. അടുത്ത എപ്പിസോഡിൽ ഇന്ന് ഒരുപാട് മാംഗ്ലൂർ പിന്നെ കാസർഗോഡിന്റെ സിമിലാരിറ്റീസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം.
ഈ പാനലിൽ ജോയിൻ ആയ എല്ലാവർക്കും ഒറ്റ ഒരു വാക്കിൽ നന്ദിയും കടപ്പാട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഞാൻ ഈ എപ്പിസോഡിലേക്ക് നിർത്താൻ പോകും. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.